കുന്നംകുളം കാണിപ്പയൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 3 കൂനമുച്ചി സ്വദേശി ആന്റണിയാണ് മരിച്ചത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എപ്പോഴായിരുന്നു ഈ അപകടം നടന്നത്? ഇപ്പോൾ മരണം 3 കൂടുതൽ വിവരങ്ങൾ. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഈ വലിയൊരു അപകടം ഉണ്ടായത്. കാണിപ്പയൂരിൽ വെച്ചായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തു നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോയിരുന്ന ആംബുലൻസും ഇന്ന് മരണപ്പെട്ട ആന്റണി ഉൾപ്പെടെ സഞ്ചരിച്ചിരുന്ന കാറും തമ്മിൽ കാണിപ്പയൂരിൽ വെച്ച് കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ സംഭവം നടന്ന അന്ന് തന്നെ ആംബുലൻസിൽ ഉണ്ടായിരുന്ന കണ്ണൂർ സ്വദേശിയായിട്ടുള്ള വയോധികനായിട്ടുള്ള കുഞ്ഞിരാമൻ എന്ന് പറയുന്ന രോഗി അന്ന് മരണപ്പെട്ടിരുന്നു. മാത്രമല്ല ഈ കാറിലുണ്ടായിരുന്ന പുഷ്പ എന്ന് പറയുന്ന ആന്റോയുടെ ഇന്ന് മരണപ്പെട്ട ആന്റോ എന്ന ആന്റണിയുടെ ഭാര്യ പുഷ്പ സംഭവ ദിവസം തന്നെ മരണപ്പെട്ടിരുന്നു. പക്ഷെ ആന്റണിക്ക് അന്ന് ഗുരുതര പരിക്കേറ്റിരുന്നു. തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കുന്ന രാവിലെയാണ് ഈ ആന്റണിയും മരണത്തിന് കീഴടങ്ങിയത്. ഇതോടെ ഈ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 3. ഈ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ അന്ന് തന്നെ പുറത്തു വന്നിരുന്നു. വലിയ രീതിയിലുള്ള അപകടമായിരുന്നു ഉണ്ടായത്. ഈ കാറ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ആംബുലൻസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസ് മറിഞ്ഞ് റോഡിലൂടെ നിരങ്ങി വരുന്ന ഉൾപ്പെടെയുള്ള CCTV ദൃശ്യങ്ങളൊക്കെ അന്ന് തന്നെ പുറത്തു വന്നിരുന്നു. ഈ അപകടത്തിലാണ് അതിദാരുണമായി ഇപ്പോൾ ആന്റണിയും മരണപ്പെട്ടിരിക്കുന്നത്. ആന്റണിയുടെ ഭാര്യ പുഷ്പ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവ ദിവസം തന്നെ മരണപ്പെട്ടിരുന്നു. വയോധികനായിട്ടുള്ള കണ്ണൂർ സ്വദേശിയായിട്ടുള്ള കുഞ്ഞിരാമൻ എന്ന് പറയുന്ന രോഗി, ആംബുലൻസ് ഉണ്ടായിരുന്ന രോഗിയും മരണപ്പെട്ടിരുന്നു. രാവിലെ 7:30 ഈ ആന്റണി മരണത്തിന് കീഴടങ്ങിയത്. ശരി അനീഷ്, കുന്നംകുളം കാണിപ്പയൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 3 കൂനമുച്ചി സ്വദേശി ആന്റണിയാണ് മരിച്ചത്.